സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗം പ്രശസ്തിയിലേക്ക് കുതിച്ച യൂട്യൂബറാണ് തൊപ്പി എന്നറിയപ്പെടുന്ന നിഹാദ്. തൊപ്പി ഗെയിമിങ്ങും ലൈവ് സ്ട്രീമിംഗ് ഒക്കെ വഴിയാണ് കുട്ടികളുടെ ഇടയിലും അതേ കണക്കിന് യുവാക്കൾക്കിടയിലും വലിയ ഓളം ഉണ്ടാക്കിയത്. അതേസമയം തന്നെ നിരവധി വിവാദങ്ങളിൽ തൊപ്പിപ്പെടുകയും ചെയ്തിരുന്നു. പല സ്ഥലത്ത് പൊതുസ്ഥലത്തൊക്കെ അശ്ലീല ചുവയേർത്തിട്ടുള്ള പാട്ടുകൾ പാടിയും അല്ലാതെ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ആൾത്തിരക്ക് വന്നിട്ടൊക്കെ അങ്ങനെ നിരവധി തവണ വിവാദങ്ങൾ ഉണ്ടാകുകയോ ഉൾപ്പെടുകയൊക്കെ ചെയ്ത വ്യക്തി കൂടിയിട്ടാണ് തൊപ്പി. ഈ തൊപ്പി സമാന്തരമായിട്ട് തൻ്റെ ഒരു ടീമിനെ കൂടിയിട്ട് ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ അകത്ത് ധാരാളം തൊപ്പിയുടെ അതേ പ്രായത്തിലുള്ള കുട്ടികളെ കൂടി ചേർക്കുകയും ലൈവ് സ്ട്രീമിംഗ് ഒക്കെ നടത്തുകയും ചെയ്തിരുന്നു. ഇതിൽ വരുമാന തർക്കത്തെ തുടർന്നിട്ട് യൂട്യൂബിൻ്റെ വരുമാനം പങ്കുവെക്കുന്നതിനെ തുടർന്ന് ഇവർ 2 ടീമായി മാറി. ഇതേ തുടർന്ന് പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ സമീപകാലത്ത് ഇവരുടെ പ്ലാറ്റ്ഫോമുകൾ വഴി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ചിരുന്നു. ഇതിൽ ഒരു ഘട്ടത്തിൽ തൊപ്പി കുറേ അശ്ലീല ദൃശ്യങ്ങൾ കൂടിയിട്ട് തനിക്കെതിരെ നിൽക്കുന്ന മമ്മു എന്നും ഷമീർ എന്നും പറയപ്പെടുന്ന ആളുകൾക്കെതിരെയുള്ള അശ്ലീല ദൃശ്യങ്ങൾ കൂടി തൻ്റെ യൂട്യൂബിലൂടെ പങ്കുവച്ചു. പിന്നീട് ഇത് വലിയ ചർച്ചയ്ക്ക് ആയതിനെ തുടർന്ന് പരാതികൾ ഉയരുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ പോലീസ് കൊടുത്ത നടപടിയുടെ അല്ലെങ്കിൽ പോലീസ് കൊടുത്ത റിപ്പോർട്ടിൻ്റെ പേരിൽ യൂട്യൂബിൽ നിന്നുള്ള തൊപ്പിയുടെ അക്കൗണ്ട് പൂട്ടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തൊപ്പി മുൻകൂർ ജാമ്യം തേടിയിട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ പോലീസ് പറയുന്നത് ജാമ്യം കൊടുക്കരുത്, തൊപ്പിക്കെതിരെ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വലിയ ആരോപണങ്ങളുണ്ട് ഈ കേസിൻ്റെ പിന്നിലും അല്ലെ ലഹരി ഉപയോഗം അടക്കമുള്ള കാര്യങ്ങൾ കൂടിയിട്ട് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കൂടിയിട്ടാണ് പോലീസ് പറയുന്ന ഇതിലേക്കാണ്. ജിംസ്, ഈ തൊപ്പിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. തൊപ്പി എന്നൊരു വ്യക്തി ഉണ്ടാക്കപ്പെട്ടതും തൊപ്പി ഇപ്പോൾ ചെയ്യപ്പെട്ട കുറ്റകൃത്യങ്ങളിലേക്കും നമ്മുടെ ഇക്കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൂടിയിട്ട് ഉൾപ്പെടുന്നതല്ലേ? അതിൻ്റെയൊക്കെ ഒരു ഇരയും ഒരേ സമയം തന്നെ അതിനുപയോഗിച്ച് വളരാൻ ശ്രമിച്ച ആളും കൂടിയിട്ടല്ലേ തൊപ്പി? തൊപ്പി സോഷ്യൽ മീഡിയയുടെ ഇരയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ കാരണം ഈ തൊപ്പിയെ പറ്റി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു 3-4 വർഷം മുമ്പാണ്. അയാൾക്ക് ഒരു കേസ് ഉണ്ടായ സമയത്ത്. അപ്പോൾ തൊപ്പി ഒരു കുട്ടിയാണ് എന്നൊക്കെ സുരേഷ് പറയുന്നുണ്ട്, ഞാൻ യോജിക്കുന്നില്ല. തൊപ്പി കുട്ടിയല്ല, തൊപ്പി ഒരു മുതിർന്ന പൗരനാണ്, പ്രായപൂർത്തിയായ ഒരു മനുഷ്യനാണ്. അപ്പോൾ തൊപ്പി മുമ്പുണ്ടാക്കിയ വിവാദങ്ങളുണ്ടല്ലോ, ആ വിവാദങ്ങളുടെ സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞു, അയാളൊരു ഡിജിറ്റൽ ആടുതോമയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്ര അൺറൂളി ബിഹേവിയറാണ്, സൊസൈറ്റിക്കെതിരായിട്ടുള്ള ഒരു തരം റെബലിയനാണ് അയാളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലുമൊക്കെ. അപ്പോൾ സൊസൈറ്റി മാന്യം എന്ന് കരുതുന്ന ഒന്നും അയാൾ പറയുന്നില്ല, സൊസൈറ്റിക്ക് അമാന്യം എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് അയാൾ സംസാരിക്കുന്നത്. അയാളുടെ വർത്തമാനം മുഴുവൻ അങ്ങനെയാണ്. എന്ന് മാത്രമല്ല, അതിനുശേഷം ആ വിവാദ പർവ്വത്തിന് ശേഷം അയാൾ കുറേ യൂട്യൂബ് ചാനലിൽ കൊടുത്ത ഒരു അഭിമുഖത്തിൽ അയാൾ പറയുന്നുണ്ട് അയാൾ ചൈൽഡ്ഹുഡിൽ നേരിട്ട ട്രോമ, അയാളുടെ പേരൻസ് അയാളുടെ പെരുമാറിയ രീതി, അതിനെതിരെ ഒരു കുട്ടി എന്ന നിലയിൽ അയാൾ നടത്തിയ കലാപം, പിന്നീട് ഈ ഗെയിം സ്ട്രീമിങ്ങിലേക്ക് എത്തിയത്, ഇതൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അയാളൊരു ഡിജിറ്റൽ ആടുതോമ എന്ന് പറഞ്ഞത്. പക്ഷേ അന്ന് ആ അൺറൂളി ബിഹേവിയറിൻ്റെ ഒരു അങ്ങനെ ഒരു വിശേഷണം, അങ്ങനെ ഒരു ആനുകൂല്യം അയാൾക്ക് കൊടുക്കാമെങ്കിൽ ഇന്ന് അതിനൊരു അർഹതയും അയാൾക്കില്ല. ഒന്ന്, അയാൾ പ്രായപൂർത്തിയായ ഒരു മനുഷ്യനാണ്, അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള പ്രായം അയാൾക്കുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പോൾ അയാൾ ചെയ്തിട്ടുള്ള അയാൾക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളെല്ലാം കുറ്റകൃത്യത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ അയാൾ ഇരയാണ് എന്ന് ഞാൻ പറയില്ല. ഇപ്പോൾ ചൈൽഡ്ഹുഡ് ട്രോമ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ആ ചൈൽഡ്ഹുഡ് ട്രോമയും ചുമന്നുകൊണ്ട് ഞാൻ എല്ലാ കാലത്തും ജീവിക്കും, ഞാൻ ഈ സൊസൈറ്റിക്കെതിരെ നിൽക്കും, ഞാൻ സൊസൈറ്റിക്കെതിരെ കലാപം നടത്തുമെന്ന് പറയുമ്പോൾ അത് കുറ്റകൃത്യമായി മാറാതിരിക്കാനുള്ള വകതിരിവും ഔചിത്യബോധവും ആ മനുഷ്യനുണ്ടാവണം. പിന്നെ ചൈൽഡ്ഹുഡ് ട്രോമ എല്ലാ കാലത്തും തലയിൽ ചുമന്നുകൊണ്ടേണ്ട ഒരു കാര്യമല്ല. അങ്ങനെയാണ് നമുക്ക് ഇന്ന് ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ എല്ലാ ചൈൽഡ്ഹുഡ് ട്രോമകളും ഇന്നും നമ്മൾ ചുമന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ ഇറക്കി വെക്കണം. അങ്ങനെ ഇറക്കി വെക്കാവുന്ന ഒരു സ്ഥിതിയിലാണ് അയാൾ ഉണ്ടായിരുന്നത്. നല്ല വരുമാനമുള്ള ഒരാളാണ് അയാൾ, ഇഷ്ടംപോലെ പൈസയുണ്ട്, അയാളുടെ കൂടെ ആളുകളുണ്ട്, പ്രശസ്തിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി പഴയ കാര്യങ്ങൾ ഓർത്ത് അതിൻ്റെ പേരിൽ ഞാൻ തെറി വിളിച്ച് കളയാം, വൃത്തികേട് പറഞ്ഞ് കളയാം, ക്രൈം ചെയ്യാം എന്നൊക്കെ ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അയാൾ സാമൂഹിക വിരുദ്ധനായി മാറുകയാണ്. അത് മനസ്സിലാക്കി അയാൾ തിരുത്തേണ്ടതായിരുന്നു, അയാൾ തിരുത്തിയില്ല. എന്ന് മാത്രമല്ല, ഈ സംഭവത്തിന് ശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു, ഈ ഷമീർ, മമ്മു ഇവരുടെ എപ്പിസോഡിന് ശേഷം അയാൾ പിന്നെയും മോശമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അയാൾ മോശപ്പെട്ട വീഡിയോകളൊക്കെ പ്രചരിപ്പിക്കുന്നു. അതാണിപ്പോൾ ഈ കേസിലേക്ക് എത്തിയതെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും അയാൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം അയാൾ ഏറ്റെടുക്കണം. ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ അനുഭവിക്കാനും വേണം. യെസ്, നിഷാദ്, നമ്മൾ ഈ മെയിൻ സ്ട്രീമിൽ കാണാത്ത വലിയൊരു സമാന്തര ലോകമാണ് ഈ യൂട്യൂബിൽ തൊപ്പി അല്ലെങ്കിൽ ഷമീർ, മമ്മു ഇങ്ങനെ നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർക്ക് എതിരെയുള്ള തെളിവുകളൊക്കെ നിരത്തിയിട്ടും അത് വെച്ചിട്ട് റീച്ചും വരുമാനം ഉണ്ടാക്കുന്ന മറ്റൊരു കൂട്ടർ കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നടക്കുന്ന അടികൾ അല്ലെ ഈ ബഹളങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചു പോകുന്നുണ്ട്. ഇതിൽ സ്വാധീനിക്കപ്പെടുന്ന വലിയൊരു കൂട്ടം കുട്ടികളും ആളുകളൊക്കെ കൂടിയിട്ടില്ലേ? ഇതിൻ്റെ അകത്ത് സമയം വേസ്റ്റാക്കുന്നവർ കൂടിയിട്ട്. സമയം വേസ്റ്റാക്കുക മാത്രമല്ല, ഒരു തലമുറയെ വലിയ തോതിൽ സ്വാധീനിക്കുന്നു പലതരത്തിൽ. ഇപ്പം തൊപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിനെ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ തൊപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ
ആക്ടിവിറ്റീസ് എന്തുമാത്രം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ചും കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ആരാധകരായിട്ടുള്ള ആളുകൾ. അപ്പോൾ അവരെ ഏത് നിലയ്ക്ക് അത് സ്വാധീനിക്കുന്ന ഒന്നാണ്, ഏത് തരത്തിലുള്ള തലമുറയെ സൃഷ്ടിക്കാനാണ് അദ്ദേഹം പരിശ്രമിക്കുന്നത്, എന്താണ് അവരിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ സീരിയസ് ആയിട്ട് നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയമായിട്ടായാലും കൊള്ളാം, സാംസ്കാരികമായിട്ടായാലും വളരെ മോശമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ കണ്ടൻറ്റുകളെല്ലാം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അത് പാരലൽ വേൾഡാണ്, അവർ കുറേ പേര് വേറെന്തോ ബഹളം ഉണ്ടാക്കുകയാണ്, അവർ തമ്മിലടിക്കുകയാണ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടൻറ് ഉണ്ടാക്കുകയാണ് എന്ന ലഘുയുക്തിയിലല്ല നമ്മളതിനെ കാണേണ്ടത്. നമ്മുടെ സമൂഹവും നമ്മുടെ അഡ്മിനിസ്ട്രേഷനും ഭരണകൂടവുമെല്ലാം വളരെ സീരിയസ് ആയിട്ട് ഒബ്സർവ് ചെയ്യേണ്ട ഒരു മേഖലയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ തൊപ്പിയുടെ കേസിലെ സാധാരണ പരിപാടിയൊന്നുമല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള ക്രൈം അയാളുടെ നേതൃത്വത്തിൽ ആ വീട്ടിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ഘട്ടത്തിൽ ഇവർ വലിയ തോതിൽ പൈസ ഉണ്ടാക്കി, ഒരു ഘട്ടം എത്തിയപ്പോഴത്തേനും അതിൽ 1-2 ആൾക്കാർ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് പൈസയുടെ ഷെയർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പുറത്ത് വന്ന് വേറെ ലൈവ് ചെയ്തു. അപ്പോൾ അവരോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി വളരെ മാസങ്ങൾക്ക് മുൻപ് ഇയാൾ ഷൂട്ട് ചെയ്ത് രഹസ്യമാക്കി വെച്ചിരുന്ന അവരുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇയാൾ എന്ത് ചെയ്യാണ്, ടെലികാസ്റ്റ് ചെയ്യാണ്. എന്ന് വെച്ചാൽ എന്നിട്ട് അയാൾ വീരവാദം പറയുകയാണ്, അല്ലെങ്കിൽ ന്യായവാദം പറയുകയാണ്, കണ്ടോ ഇത്ര വൃത്തികെട്ടവന്മാരാണ്, പന്നന്മാരാണ് ഇവന്മാർ എന്ന് പറയാണ്. എന്തിന്? ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പേ ആ വീട്ടിനകത്ത് അത്തരം എല്ലാ തരത്തിലുള്ള മോശം പ്രവൃത്തികളും ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒരുക്കി കൊടുക്കുന്ന ഒരാൾ, ആ ഒരുക്കി കൊടുത്തിട്ട് അത് ഷൂട്ട് ചെയ്ത് വെക്കുന്ന ഒരാൾ, ഏതാണ്ട് ഇറ്റ്സ് ലൈക്ക് എപ്സ്റ്റീൻ. ഭയങ്കര മോശം പ്രവൃത്തികൾ, ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ സ്പേസിലേക്ക് ആളുകളെ കൊണ്ടുവരിക, മൈനറായ ആളുകളെ അടക്കം കൊണ്ടുവന്നിട്ട് അവരെ അവിടെ താമസിപ്പിച്ച് അവരെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുക, ക്യാമറയ്ക്ക് മുന്നിൽ ചെയ്യിപ്പിക്കുക, പുറകെ ചെയ്യിക്കുക, എന്നിട്ട് അവർ ക്യാമറയ്ക്ക് പുറകെ ചെയ്യുന്ന കാര്യങ്ങളെ ഷൂട്ട് ചെയ്ത് വെക്കുക. എന്തിന്? ഒരവസരം വരുമ്പോൾ അവരെ തീർക്കാൻ ആവശ്യമാകും ഇത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി. ഇത് നോക്കുക, അവരുടെ ലൈഫിനെ സീരിയസ് ആയിട്ട് ബാധിക്കുന്ന ഗുരുതരമായ ഒരു സംഗതിയാണ് ഇയാൾ പുറത്തുവിട്ടത്. അതിൻ്റെ ഒരു ഷോക്കിൽ ഈ പറഞ്ഞ ചെറുപ്പക്കാർ ആരെങ്കിലും പോയി എന്തെങ്കിലും കടുങ്ക് ചെയ്താൽ ആരും ഉത്തരവാദിത്വം പറയും. തൊപ്പി ഒരു ചൈൽഡ്ഹുഡ് ട്രോമ പേറുന്ന വളരെ ട്രാക്ക് തെറ്റി ഓടുന്ന ഒരാളാണെന്ന് പൂർണ്ണമായും പറയാൻ പറ്റില്ല. അയാൾക്ക് കൃത്യമായ പ്ലാനുണ്ട്, ക്രിമിനൽ മൈൻഡുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ സംഗതി എടുത്തിട്ട് ഷൂട്ട് ചെയ്ത് വെക്കുമോ, അത് പിന്നെയും അതിനെ എൻ്റർടൈൻ ചെയ്യുമോ? അത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ്. അവിടെ നടക്കുന്ന എല്ലാ മോശം കാര്യങ്ങളും, പലതരത്തിലുള്ള ആരോപണമുണ്ട്. നർക്കോട്ടിക്സുമായി ബന്ധപ്പെട്ട ആക്ഷേപം പോലും അവർ ഉന്നയിക്കുന്നു, അത് പക്ഷേ വെരിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ ഇതെല്ലാം നോക്കി നടക്കുന്ന ഒരാൾ, എൻ്റെ കണ്ടൻറ്റും അയാൾ വേറൊരാളുമായിട്ട് സത്യത്തിൽ വേറെ വേൾഡിൽ തർക്കം ഉണ്ടാകുമ്പോൾ അയാൾ 1-2 കണ്ടൻറ്റ് ചെയ്ത് നിർത്തും. ഇനി ഞാൻ ചെയ്യില്ല, ചെയ്താൽ അതിൻ്റെ ഗുണം അപ്പുറത്ത് കണ്ടൻറ് ഉണ്ടാക്കുന്നവനാണ്, അവൻ്റെ ട്രാക്ഷൻ കൂടും, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഏത് ഹീറ്റഡ് ഡിബേറ്റിൽ നിന്ന് ടക്കനെന്ന് പിന്മാറിക്കളയും. അത്രയും ബുദ്ധി അയാൾക്ക് ബിസിനസ്സിൻ്റെ കാര്യത്തിലുണ്ട്. എങ്ങനെ ബിസിനസ് ചെയ്യണം, എവിടെ അയാൾ ട്രാക്ഷൻ കൂട്ടണം, എവിടെ എന്തിനകത്ത് ഇടപെടണം, ഏതിൽ ഇടപെടരുത് എന്ന കാര്യം അറിയാം. ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം രൂക്ഷമായി നിൽക്കെ 100 കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഫലസ്തീനെ പിന്തുണയ്ക്കുമോ ഇസ്രായേലിനെ തള്ളിപ്പറയുകയും ചോദിക്കുമ്പോൾ ഞാനിത് രണ്ടിനകത്ത് നിൽക്കുന്നില്ല, കാരണം എൻ്റെ ഫോളോവേഴ്സ് രണ്ടിലും പെട്ട ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും ബിസിനസ് ബുദ്ധി വെച്ച് പുലർത്തുന്ന ഒരാളാണ് അയാൾ. അവസാനം വ്യാപകമായ എതിർപ്പ് വന്നപ്പോൾ ഇല്ല, ഞാൻ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് അയാൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് പറഞ്ഞത്? അയാളുടെ ഫോളോവേഴ്സിൽ ബഹുഭൂരിപക്ഷവും ഇസ്രായേലിനെ തള്ളിപ്പറയുന്നു. ഫോളോവേഴ്സ് നഷ്ടപ്പെടുമെന്ന് വെച്ചപ്പോൾ മാത്രം വന്ന് മാറ്റി പറഞ്ഞ ആളാണ്. അപ്പോൾ തൊപ്പി നമ്മുടെ ഏതെങ്കിലും നിലയ്ക്ക് നമ്മുടെ സൊസൈറ്റിക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, അയാളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഗെയിം വേണമെങ്കിൽ കാണാം. ഗെയിമിനപ്പുറം പോയിട്ടുള്ള ഈ സ്ട്രീമിംഗ് പരിപാടിയുണ്ടല്ലോ, അതൊരു പരിധി കവിഞ്ഞ് ഭയങ്കരമായ അപകടകരമായി പോകുന്നു. ആദ്യഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് നമുക്കറിയാം. ആളുകളേക്ക് ലൈവിൽ ഫോണിൽ വിളിച്ച് ആക്ഷേപിക്കുക, ചീത്ത വിളിക്കുക, ആൻഡ് ഡബിൾ മീനിങ് ഉള്ള സംഗതികൾ പറയുക, അത് മുഴുവൻ ടെലികാസ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തൊപ്പിയുടെ കാര്യത്തിൽ ഇപ്പോൾ നടന്നിട്ടുള്ളത് അയാളുടെ പേജ് അടിച്ച് കളയുക എന്നുള്ളത് പോലീസ് ചെയ്തിട്ടുള്ള വളരെ മാന്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. എന്ന് വെച്ചാൽ ആ പേജിനകത്തുള്ളത് ഏറ്റവും മോശം തരത്തിലുള്ള കണ്ടൻറ്റുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഒരു തലമുറയെ ആകമാനം പൊല്യൂട്ട് ചെയ്യുക, കാഴ്ചക്കാരെ പൊല്യൂട്ട് ചെയ്തുകൊണ്ട് കാശുണ്ടാക്കുക എന്നൊരു പണിയാണ്. ഇഷ്ടംപോലെ പൈസ അയാൾ ഉണ്ടാക്കി. അപ്പോൾ പൈസ ഉണ്ടാക്കാനും ഈ പുതിയ സാധ്യതകളെ പ്രയോജനപ്പെടുത്താനുള്ള ആളുകളുടെ സ്വാതന്ത്ര്യത്തെ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അത് നിയമവിരുദ്ധമായ പ്രവർത്തനമായി മാറിപ്പോവുക, കൂടെയുള്ള ആളുകളെ തന്നെയും കൊല്ലാനിട്ട് കൊടുത്തിട്ട് പണിയെടുക്കുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് ഈ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്ന സംഗതികൾ, അല്ലെങ്കിൽ നമ്മൾ പാരലൽ വേൾഡ് എന്ന് ഇപ്പുറത്തുനിന്ന് ഒരു കൂട്ടം ആൾക്കാർ വിളിക്കുന്ന സ്ഥലത്ത് എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ ഏർപ്പാടുകൾ നടക്കുന്നു, കണ്ടന്റുകൾ ഉൽപ്പാദിപ്പിക്കാൻ എന്ന പേരിൽ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നു. അവസാനം നമ്മൾ കണ്ടല്ലോ, എൻ്റെ കാസറ്റ് എന്ന പേരിൽ ലഹരിക്കും ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കെതിരെ ഭയങ്കരമായി രംഗത്തുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോൾ UAE പിടിയിലായിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന വലിയ സുവിശേഷ പ്രസംഗകരായിട്ടുള്ള ആളുകൾ, ചാരിത്ര പ്രസംഗകരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഞങ്ങൾ പുതിയ തലമുറയുടെ ആളുകൾ, നിങ്ങളൊക്കെ തന്ത വൈബുകാർ എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്ന ആൾക്കാർ എന്തൊക്കെ പണികളാണ് എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള ബാധ്യത എല്ലാവർക്കുമുണ്ട്. കാരണം നമ്മുടെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരൊറ്റ സൊസൈറ്റിയാണ്. അതിലെങ്ങനെയൊന്ന് കീറി മുറിച്ചിട്ട് അവരുടെ വഴിക്ക് പോട്ടെ എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ഓരോരുത്തർ എന്ന് വെച്ചാൽ ഇപ്പുറത്തെ എല്ലാവരും പെർഫെക്റ്റ് ആണെന്നുള്ളത്, ഇപ്പുറത്തെ അതിനേക്കാൾ വലിയ ക്രൈം നടക്കുന്നുണ്ട്. സോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മോണിറ്റർ ചെയ്യാനും ഇതിനെ ബാലൻസ് ചെയ്യാൻ വൃത്തിക്ക് പോകാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ് നിറവേറ്റേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തൊപ്പി ഈ ഘട്ടത്തിൽ
ഏതെങ്കിലും നിലയ്ക്കുള്ള പിന്തുണ ആരിൽ നിന്നെങ്കിലും അർഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. യെസ്, തൊപ്പിക്ക് അതുകൊണ്ട് തന്നെ യാതൊരു പിന്തുണയും അർഹിക്കുന്നില്ല എന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ പാരലൽ വേൾഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു ഇടപെടൽ, അവരാണോ പാരലൽ വേൾഡ്, നമ്മളാണോ പാരലൽ വേൾഡ്, അത് കൂടിയിട്ട് ആലോചിക്കേണ്ടതാണ്. അതിൽ കൂടിയിട്ടൊരു ഇത്തരം പാരലൽ വേൾഡിൽ അല്ലെങ്കിൽ ഈ ഇത്തരം സംവിധാനങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണവും ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്.